ഹായ്, നമസ്കാരം. എന്താണ് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന റാഗി പുട്ട് ഒരുപാട് പേര് കണ്ടിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരുപാട് പേര് പറയാറുണ്ട് ഹെൽത്തി റെസിപ്പീസ് കൊണ്ടുവരും ചേച്ചി. അപ്പോൾ ഞാൻ തീർച്ചയായും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക, ട്രൈ ചെയ്യുക. എന്നാൽ മാത്രമല്ല എനിക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ ഹെൽത്തി റെസിപ്പീസ് കൊണ്ടുവരാൻ തോന്നുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതായത് പൊടി വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അതുപോലെ ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കും ജോലിക്ക് പോകുന്ന അമ്മമാർക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും ഈ ദോശയുടെ റെസിപ്പി കിട്ടിക്കഴിഞ്ഞാൽ. കാരണം പെട്ടെന്ന് എല്ലാം പോയി കുഴച്ച് വെക്കുക, അത് ഫെർമെന്റ് ചെയ്യുക, ഉണ്ടാക്കുക, അത്ര മാത്രം ചെയ്യാനുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിന് മാത്രമല്ല ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് എങ്ങനെയാണ് പൊടി വെച്ചിട്ടുള്ള ദോശ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് അരിപ്പൊടി കൊണ്ട് അടിപൊളി ദോശ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നമുക്ക് പരിചയപ്പെടാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 കപ്പ്, അതായത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന 240 ml ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് നല്ല നൈസായിട്ടുള്ള പൊടി. അതായത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പത്തിന്റെ പൊടിയാണ്. അപ്പത്തിന്റെയോ പത്തിരിയുടെയോ പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുക എപ്പോഴും. വളരെ നൈസ് ആയിട്ടുള്ള പൊടി. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പുട്ടുപൊടി എടുത്താലും മതി. പക്ഷെ പുട്ടുപൊടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. കാരണം അതിൽ നല്ലോണം തരി ഉണ്ടാവും. ഇത് വളരെ നൈസ് ആയതുകൊണ്ട് മിക്സിയിൽ അരച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിക്സിയിൽ അരക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എല്ലാം കൂടി ജോയിൻ ആയി കിട്ടും. അപ്പൊ അത് ചെയ്യണമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അപ്പൊ ഞാനിവിടെ 2.5 ഗ്ലാസ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്തിട്ടുള്ള പൊടിയാണ്. എന്ത് ചെയ്യണം? നമുക്കൊരു വലിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉഴുന്നുപൊടിയാണ്. ഇവിടെ ദുബായിൽ ഉഴുന്നുപൊടി വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ലുലു എന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിപ്പോ അൽവാൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ലുലുവില് നമ്മുടെ സാധാരണ ഈ പൊടിയൊക്കെ ഇരിക്കുന്ന സെക്ഷനിൽ, പുട്ടുപൊടി പാലപ്പത്തിന് പൊടിയൊക്കെ ഇരിക്കുന്ന സെക്ഷനിൽ പുല്ലുപൊടിയൊക്കെ ഉള്ള സൈഡിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഇതുപോലെ ഉരി പൗഡർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. ഈ ഒരു പാക്കറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അവരോട് സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, അവർ എടുത്തു തരും. അപ്പൊ ദുബായിൽ അവൈലബിൾ ആണെന്ന് എനിക്കറിയാം. ബാക്കിയുള്ള കൺട്രീസിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലത്തുള്ള ഉഴുന്നിന്റെ പൊടി വാങ്ങിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഉഴുന്ന്, നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധാരണ ഉഴുന്ന് ഒന്ന് നന്നായി അരിച്ചെടുക്കുക. ഓക്കെ, അരിച്ചെടുത്തിട്ട് നല്ലൊരു ടർക്കി ടവലില് ഇതിന്റെ പൊടിയൊക്കെ നന്നായിട്ട് കളയാൻ വേണ്ടി നന്നായിട്ട് റബ്ബ് ചെയ്തെടുക്കുക. റബ്ബ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നന്നായി പൊടിച്ചെടുത്താലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സംശയമാണ് ഇതിൻ്റെ ഉള്ളിൽ നിറയെ അഴുക്കൊക്കെ ആണെന്ന് മനസ്സിൽ വിചാരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നന്നായി കഴുകുക. കഴുകിയതിന് ശേഷം നന്നായി ആദ്യം തന്നെ വെള്ളം വാലാൻ വെക്കുക. നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു മുറത്തിൽ എങ്ങനെ ഇട്ടിട്ട് പുറത്ത് കൊണ്ടുപോയി നന്നായി ഉണക്കിയെടുക്കുക. നന്നായി ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുക. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പൊടികൾ അഴുക്കുകളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നിർബന്ധമുള്ളവർ അങ്ങനെ ചെയ്തോളൂ. പക്ഷെ ഞാൻ വെറുതെ നന്നായിട്ട് അങ്ങ് ഈ ടർക്കി ടവൽ എടുത്ത് റബ്ബ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുക്കാറാണ് പതിവ്. ആദ്യത്തെ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഈ പൊടി ലുലുവിലൊക്കെ അവൈലബിൾ ആണെന്നുള്ള കാര്യം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ലുലുവിൽ ഉണ്ടെന്ന്. കഴിഞ്ഞ ആഴ്ച ലുലുവിൽ പോയപ്പോൾ ഞാൻ അവിടുന്ന് വാങ്ങി. അപ്പോൾ കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി ഈസി. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉഴുന്നിന്റെ പൊടി നിങ്ങൾ വീട്ടിൽ നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പൊ ഉഴുന്നുപൊടി, അപ്പൊ ഉഴുന്നുപൊടിയുടെ കണക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 ഗ്ലാസ് ഉഴുന്നുപൊടിയാണ് കേട്ടോ. 2.5 ഗ്ലാസ് നൈസായിട്ടുള്ള അരിപ്പൊടിക്ക് 3/4 ഗ്ലാസ് ഉഴുന്നുപൊടി എന്നുള്ളതാണ് കണക്ക്. ഞാൻ പല റേഷ്യോയിലും ചെയ്ത് നോക്കി. ഈ റേഷ്യോ ചെയ്തപ്പോൾ കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടി. അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ദോശ ആയതുകൊണ്ട് കുറച്ച് ഉലുവയുടെ പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടി ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ ഉലുവ പൊടിച്ചിട്ടുള്ളതാണ്. ഉണക്കിയിട്ടും റോസ്റ്റ് ചെയ്തിട്ടൊന്നും ഇല്ലാത്ത ഉലുവയാണ്. വെറുതെ ഉലുവ എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്ത് വെക്കുക. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ, കൂടുതലാവാൻ പാടില്ല. കൂടുതൽ ഉലുവയായി കഴിഞ്ഞാൽ കയ്പ്പരസം വരും നമ്മുടെ ദോശയ്ക്ക്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അല്പം ഉപ്പാണ്. ഉപ്പ് നിങ്ങൾക്ക് സാധാരണ പൊടി ഉപ്പ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലത്തുള്ള കല്ലുപ്പ് യൂസ് ചെയ്യാം. അപ്പൊ കല്ലുപ്പും ഇതേപോലെ തന്നെ ലുലുവിൽ അവൈലബിൾ ആണ്. സീ സോൾട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഉപ്പിന്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് ഇടാൻ പാടുള്ളൂ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദോശയ്ക്ക് കയ്പ്പരസം വരും, ഉപ്പുരസം കൂടുകയും ചെയ്യും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ, നമ്മൾ നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് ബാറ്ററാക്കി മാറ്റുക. ജസ്റ്റ് ആദ്യം തന്നെ ഒരു ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം മിക്സിയിൽ ഒന്ന് കൊണ്ടുപോയി അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പൊ വെള്ളത്തിന്റെ അളവ് നമ്മൾ തീരുമാനിക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കുക. അതിനുശേഷം നമുക്ക് നോക്കാം എത്ര വെള്ളം വേണ്ടി വരുന്നുള്ള കാര്യം. ആദ്യം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പണ്ട് മൈസൂർ മസാല ദോശ ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും ഇഡ്ഡലി ദോശ ബാറ്ററിന് നല്ലത്. അപ്പോഴാണ് നല്ല ഫെർമെന്റേഷൻ നടക്കുകയുള്ളൂ. കൈ നന്നായി കഴുകി വൃത്തിയാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വീട്ടിലൊന്നും ഒരിക്കലും ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാറില്ല. അത് ഹോട്ടൽ പർപ്പസിനൊക്കെയാണ് ഗ്ലൗസ് ഉപയോഗിക്കുക. അപ്പോൾ പലരും എനിക്ക് കമന്റ് ചെയ്യാറുണ്ട് ഗ്ലൗസ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ, അതിന് യാതൊരു വിരോധമില്ല കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് പോരാ, കാരണം വെള്ളത്തിന്റെ അളവ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ത് സംഭവം ഉണ്ടാക്കുമ്പോഴും. ഇപ്പോൾ 2 ഗ്ലാസ് ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. ഇതിന്റെ ദോശ എന്ന് പറഞ്ഞാൽ അടിപൊളി ദോശയാണ്. അതേസമയം ഇഡ്ഡലി എനിക്ക് അത്ര നന്നായി തോന്നാറില്ല. നമ്മളെ പൂപോലെ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഈ ഇഡ്ഡലി കഴിക്കുമ്പോൾ അത്ര നന്നാവാറില്ല. പക്ഷെ നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ചില്ലി ഇഡ്ഡലി അതുപോലെ തന്നെ മസാല ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തുള്ള ഇഡ്ഡലി ചെയ്യാം. കാരണം അത് എന്തായാലും ഫ്രൈ ചെയ്യേണ്ടതാണല്ലോ മസാല ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഗ്ലാസും പോരാ നമുക്ക്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോ പ്രാവശ്യം ഓരോ ഗ്ലാസ് ഒഴിച്ച് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ കറക്റ്റ് അളവ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഡ്ഡലി ഫസ്റ്റ് സെറ്റ് നിങ്ങളൊന്ന് വെച്ച് നോക്കൂ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെ മാവ് മാത്രം മാറ്റി വെച്ചിട്ട് അതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ അടിപൊളി പൂ പോലെ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ദോശ മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. ഈ ബാറ്റർ വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത്ര സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണ്ടേ നമുക്ക്, അല്ലേ? പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ 3 ഗ്ലാസ് ഒഴിച്ചിട്ടും പോരാ, 4 ഗ്ലാസ്. അപ്പം മൊത്തത്തിൽ ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ കട്ടകൾ ഉടയാണ്ട് കിടക്കുക. അതുകൊണ്ടാണ് ഞാൻ മിക്സിയിലൊന്ന് അരയ്ക്കാൻ പറയണത്. അപ്പോൾ ഈ വെള്ളം മതിയാവുന്ന തോന്നുന്നത്. ഇനി ഞാനിത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അതായത് മിക്സിയിലിട്ടതിന് ശേഷം 2 പ്രാവശ്യമായിട്ട് ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മിക്സ് ചെയ്താലും കട്ടകൾ കുറച്ച് അങ്ങനെ കിടക്കും. അപ്പോൾ ഏറ്റവും നല്ലത് മിക്സിയിൽ തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ദോശ ബാറ്റർ. അതേസമയം ഇഡ്ഡലിക്കാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം വേണ്ടി വരില്ല, കാരണം ഇത്ര ലൂസ് ആവാൻ പാടില്ല ഇഡ്ഡലി. അപ്പോൾ ഇഡ്ഡലി പർപ്പസിനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 3 ഗ്ലാസ് ഒഴിച്ചിട്ട് പിന്നെ 1/2 ഗ്ലാസ് ഒഴിച്ച് കൊടുത്ത് നോക്കുക. 3.5 ഗ്ലാസ് ഒക്കെ മതിയാവും ഇഡ്ഡലിക്കാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ ദോശയായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിരിക്കുന്നത്. 4 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഞാനിത് മിക്സിയിൽ നന്നായിട്ട് അങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ കേട്ടോ. ദേ ഇപ്പൊ നമ്മുടെ മാവ് ദോശമാവ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ നല്ല ഫൈൻ ആയിട്ടുള്ള ബാറ്റർ ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരുന്നോട്ടെ, കാരണം ഇത് ഇനി ഫെർമെന്റ് ആവുമ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ആവും. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ദോശമാവ് നന്നായി പുളിച്ച് കഴിഞ്ഞാൽ, നന്നായി പുളിക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം പുളിച്ച് കഴിഞ്ഞാലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലേക്ക് ദോശ ഉണ്ടാക്കാറുള്ളൂ. അതായത് ഒരു 24 മണിക്കൂറിന്റെ സമയം ഞാൻ ദോശമാവിന് കൊടുക്കും. അതേസമയം ഇഡ്ഡലിക്കാണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ കഴിയുമ്പോൾ ഇഡ്ഡലി മാവിനുള്ള ഫെർമെന്റേഷൻ ആവും. ഇഡ്ഡലിക്ക് നമുക്ക് അധികം പുളിയുടെ ആവശ്യമില്ല. അതേസമയം ദോശയാവുമ്പോൾ കുറച്ചും കൂടി പുളിപ്പ് വേണം. പക്ഷെ ചില ആൾക്കാർക്ക് പുളിപ്പ് അധികം ഇഷ്ടം ഉണ്ടാവില്ല ദോശയ്ക്ക്. അപ്പൊ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ അരച്ചു വയ്ക്കുകയാണെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും ഫെർമെന്റായി ദോശ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് 24 മണിക്കൂർ കഴിഞ്ഞ് ദോശ ഉണ്ടാക്കാനാണ്. ദോശമാവ് ഇരിക്കും തോറും അതിന്റെ ടേസ്റ്റ് കൂടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മള് ദോശയ്ക്കും ഇഡ്ഡലിക്കും അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കും, പിന്നെ പിറ്റേ ദിവസം നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കുക, അല്ലേ? അതാണ് സാധാരണ നമ്മൾ ചെയ്യാറ്. പക്ഷെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇപ്പോൾ ഈ രാവിലെ ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്, തണുപ്പൊന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുന്നില്ല. അതേസമയം നിങ്ങളുടെ സ്ഥലത്ത് നല്ല തണുപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ മാവ് വലിയൊരു പാത്രത്തിൽ അല്പം ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഇറക്കി വെക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയിരുന്ന അവല് ചേർത്തിട്ടുള്ള കോക്കനട്ട് ഇല്ലാത്ത അപ്പത്തിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് ബാറ്റർ ഫെർമെന്റ് ചെയ്യാൻ വെക്കേണ്ടതെന്ന്. ആ വീഡിയോ ഒന്ന് നോക്കൂ, സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുത്താൽ മതി. നല്ല പെട്ടെന്ന് തന്നെ ഫെർമെന്റ് ആയി കിട്ടും. ഏത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിലും അത് ശരിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ ടിപ്പ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഇതൊന്നും ഇറക്കിയൊന്നും വെക്കുന്നില്ല, കാരണം എനിക്ക് അല്ലാതെ തന്നെ ഫെർമെന്റ് ആയി കിട്ടാറുണ്ട് പകൽ സമയം ആയതുകൊണ്ട്. അപ്പോൾ നല്ല ഒരു ചൂടുള്ള സ്ഥലത്തേക്ക് ഇത് മാറ്റി വെച്ചാൽ മതി, അടച്ചു വെക്കുക. ഞാൻ നാളെ രാവിലെയാണ് ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് അടച്ച് സൂക്ഷിച്ച് ഫെർമെന്റ് ചെയ്യാൻ നമുക്ക് അനുവദിക്കാം. ഓക്കെ, ഇതിപ്പോ നമ്മുടെ മാവ് നല്ല പൊന്തി നല്ല ഫെർമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലോണം പൊന്തി വന്നപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു 12 മണി, അത് മൊത്തത്തിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൊരു ബാറ്ററാണിത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ദോശയൊക്കെ ചെയ്യുമ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെയ്യാറ്. അപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടുക. പ്രിഫർ ചെയ്യുന്നത് ചെറിയൊരു പുളിപ്പുരസമുള്ള മാവാണ്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിൽ. ഇനി നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക, അതായത് ഉപ്പ് കറക്റ്റ് ആണെന്ന് നോക്കുക. ഒന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇച്ചിരി കുറവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ, വിരോധമൊന്നുമില്ല.
ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല അടിപൊളി ദോശ ചുട്ടെടുക്കാൻ തുടങ്ങാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ അടപ്പത്ത് വെക്കാൻ. നോൺ സ്റ്റിക്ക് വേണമെന്നൊന്നുമില്ല, ദോശക്കല്ലായാലും മതി, എന്തായാലും എടുത്ത് വെക്കുക. അത് നന്നായി ചൂടാവട്ടെ. ഇതിന്റെ ചൂട് എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട്, അത്യാവശ്യം ചൂടാവണം, മീഡിയം രീതിയിൽ ചൂടാവണം നമ്മുടെ ദോശക്കല്ല്. അതല്ലാന്നുണ്ടെങ്കിൽ ദോശ നന്നായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ദോശമാവ് ഒഴിക്കുമ്പോൾ തന്നെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് പിടിച്ച് ഫുള്ളായിട്ട് പരത്താൻ പറ്റില്ല. അതേസമയം ഒട്ടും ചൂടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ടുള്ള ഒരു ലെയറായിട്ട് വരില്ല നമ്മുടെ ദോശ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പം നല്ല ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ദോശമാവ് ഒഴിച്ച് പരത്തിയെടുക്കാം. ഞാൻ 2-3 തരത്തിൽ ദോശ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ ദോശത്തവ നന്നായി ചൂടായിട്ടുണ്ട്, അതായത് മീഡിയം ആയിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള എണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി തുടച്ച് കളയണം. ഒരിക്കലും ഇതിൽ എണ്ണ ഉണ്ടാവാൻ പാടില്ല. അതായത് ഞാൻ നോൺ സ്റ്റിക്കിന്റെ കാര്യമാണ് പറയുന്നത്. അതേസമയം ദോശക്കല്ലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എണ്ണ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല, ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇച്ചിരി കട്ടി ദോശയാണ്. അതായത് നമ്മൾ തട്ടുകട ദോശ എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എന്ന രീതിയിലുള്ള കട്ടിയുള്ള ദോശ. അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ സോഫ്റ്റ് ദോശ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ സോഫ്റ്റ് ദോശ എന്നാണ് നമ്മൾ അതിനെ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് സാധാരണ ദോശ ഉണ്ടാക്കണേക്കാളും കുറച്ചും കൂടെ ചൂടായിരിക്കണം നമ്മുടെ കല്ല്. ഓക്കെ, മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ ചൂടായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു തവി ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ തവി ദോശമാവ് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി, ഓവറായിട്ട് സ്പ്രെഡ് ചെയ്യണ്ട, അപ്പൊ തിക്നെസ് പോകും. എന്നിട്ട് അതിൽ ചെറുതായി ഹോൾസ് വരുന്ന സമയത്ത് നമുക്ക് തീ കുറയ്ക്കാൻ, ആദ്യം തന്നെ തീ കുറയ്ക്കാൻ പാടില്ല. അപ്പൊ ഹോൾ വരുന്നതായി കാണുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത്, എണ്ണയോ നെയ്യോ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. കണ്ട, ഹോൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറയ്ക്കാം, ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം എന്താ, നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതാവാനും ഒരു നല്ല സ്മെല്ലിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മളതിന് ചെയ്യുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഹോൾസ് വന്നതുണ്ടോ? ഇങ്ങനെ ഹോൾസ് വരണം. അതായത് നമ്മുടെ തവയുടെ ചൂടാണ് അതിന്റെ പ്രത്യേകത. ചൂട് അനുസരിച്ചാണ് നമുക്ക് ഇങ്ങനെ നല്ലൊരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്, അടച്ചു വെച്ചിട്ട് ബാക്കി വേവിച്ചെടുക്കണം. ഓക്കെ, ചൂട് കൂട്ടിയിട്ട് ഒരിക്കലും വേവിച്ചെടുക്കാൻ പാടില്ല. അപ്പൊ താഴത്തെ ഭാഗം നന്നായി കരിഞ്ഞു പോകും, അതേസമയം മേലത്തെ ഭാഗം വേവുമില്ല. അതുകൊണ്ട് ചെറിയ തീയിലിട്ടതിന് ശേഷം മാത്രം അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ. നമുക്ക് തുറക്കാം, ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അതേസമയം നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് ഞാൻ പറഞ്ഞ പോലെ കുക്കായിട്ടുണ്ടെങ്കിൽ താഴത്തെ ഭാഗം ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും, അത് ശ്രദ്ധിക്കുക. ഇപ്പൊ താഴത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല ഗോൾഡൻ കളറായിട്ടാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ട, ഗോൾഡൻ കളറാണ് ഇരിക്കുന്നത്, കരിഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സോഫ്റ്റ് ദോശ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഈസി ആയിട്ടില്ലേ നമുക്ക് ദോശ ഉണ്ടാക്കാൻ. അപ്പൊ ഇതേ സ്റ്റൈൽ തന്നെ ഊത്തപ്പം ഉണ്ടാക്കുക. ഞാൻ ഓട്സ് കൊണ്ടുള്ള ഊത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഈ ദോശമാവ് വെച്ചിട്ട് സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി, ഊത്തപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്ന് കഴിക്കും. ഇനി നമുക്ക് ഇനി നൈസ് ആയിട്ടുള്ള ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഓരോ ദോശ ഉണ്ടാക്കുമ്പോഴും നമ്മൾ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടവുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിൽ എക്സസ് ആയിട്ടുള്ള എണ്ണ നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തെടുക്കണം. ഞാൻ നോൺ സ്റ്റിക്കിന്റെ കാര്യമാണ് പറയുന്നത്. അത് എടുത്ത് പറയുന്നത് എന്താണെന്നുണ്ടെന്ന് വെച്ചാൽ, നോൺ സ്റ്റിക്ക് എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ദോശമാവ് ഒഴിച്ച് കഴിഞ്ഞ് ശരിക്കും പരത്തിയെടുക്കാൻ പറ്റില്ല. മാത്രമല്ല ആ ദോശയുടെ ടെക്സ്ചർ നന്നായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഉറപ്പ് വരുത്തുക, ഓരോ പ്രാവശ്യവും ദോശമാവ് ഒഴിക്കുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മുടെ ദോശയുടെ തവ ക്ലീൻ ആയിരിക്കണം, വിത്തൗട്ട് ഓയിൽ. അത് ഞാൻ മൈസൂർ മസാല ദോശയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറേ പേര് അത് ഉപകാരപ്പെട്ടു എന്നും പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പം അതുകൊണ്ട് നന്നായിട്ട് നമുക്കിത് തുടച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കേണ്ടത് നമ്മുടെ തവയുടെ ചൂട് കൂടി കഴിഞ്ഞാൽ നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ദോശക്കല്ലിന്റെ ചൂട് കറക്റ്റാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മാവ് കോരി ഒഴിക്കാം. അതിലോട്ട് ഒരു തവി മാവ് ഒഴിക്കുക. എന്നിട്ട് മാക്സിമം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഒരു ചെറിയ തവയാണ് കേട്ടോ, ദോശത്തവ. അതുകൊണ്ട് എനിക്ക് വലിയ ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. മാക്സിമം പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പളേക്കിന് പരത്തുമ്പോൾ നല്ല ദോശയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരത്തുമ്പോഴേക്കും നിറച്ച് ഹോൾസ് വരാൻ തുടങ്ങും. അതാണ് നല്ല ദോശയുടെ ലക്ഷണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചെയ്യണം, ഇതിലേക്ക് ആവശ്യമുള്ള നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 10-15 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം, ഞാനിപ്പോൾ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്, എന്നിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് സാധാരണ ദോശയാണ് ഇപ്പോൾ ആദ്യം കാണിച്ചു തരുന്നത്. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് പേപ്പർ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നെയ്യ് ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ നെയ്യ് മതി കേട്ടോ.
നെയ്യ് തടവി കൊടുക്കുക, ബട്ടർ തടവാം. പക്ഷേ ഇവിടെ എനിക്ക് എല്ലാവർക്കും നല്ലെണ്ണയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് നല്ലെണ്ണ തടവുന്നത്. ചിലർ വെളിച്ചെണ്ണ തടവി കാണാറുണ്ട് ദോശയിൽ. വെളിച്ചെണ്ണ തടവി കഴിഞ്ഞാൽ ദോശയുടെ സ്മെല്ല് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയി മാറും. അതായത് ദോശ എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് ഇല്ലേ, ഈ തമിഴ്നാട് ദോശയുടെ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കേരള സ്റ്റൈൽ ദോശയായിട്ട് മാറും. അതുകൊണ്ട് ഇതേപോലത്തെ ദോശ ഉണ്ടാക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ തടവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ഒരു മീഡിയം ടു ലോയിലോട്ട് മാറ്റുക. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. എന്നിട്ട് നല്ല ഗോൾഡൻ കളറാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ എനിക്ക് കുറെ ലിമിറ്റേഷൻസ്. എനിക്ക് തീ ഇല്ലാത്ത കാരണം ചിലപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ഗോൾഡൻ കളർ ആയി കിട്ടുന്നില്ല. ചില ഭാഗത്ത് നല്ല ഗോൾഡൻ കളർ ആവും, ചില സമയത്ത് ആവുന്നില്ല. അപ്പൊ അത് പ്രശ്നമാണ് എൻ്റെ അടപ്പിന്റെ. പക്ഷെ നിങ്ങൾക്ക് ഫ്ലെയിം ഉള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വന്നോളും. ഓക്കെ. അപ്പൊ നല്ലൊരു ദോശ റെഡി ആവുമ്പോൾ നമുക്ക് ഇതിപ്പോ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അല്ലാണ്ട് തന്നെ വേവും. പിന്നെ ഇങ്ങനെ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ച് കഴിഞ്ഞാൽ സോഗി ആയിട്ട് മാറും ദോശ, അതായത് സോഫ്റ്റ് ദോശയായിട്ട് മാറും. ആ ക്രിസ്പിനെസ് കിട്ടില്ല നമ്മുടെ ദോശയ്ക്ക് കേട്ടോ. അപ്പൊ നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ദോശ എടുക്കാം. നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ആദ്യം ഒരു ദോശ കഴിച്ച് നോക്കുക, നിങ്ങൾക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ബാക്കിയുള്ള ബാറ്ററിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ദോശ റെഡി ആയി കഴിഞ്ഞ് സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ദോശ ഇങ്ങനെ എടുക്കുക, മടക്കുക. അല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പൊടി വെച്ചുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ. ഇനി ഞാൻ ഇത് ഓൾറെഡി പേപ്പർ പോലെ തന്നെ ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് വീണ്ടും വേറൊരു ദോശ ഉണ്ടാക്കാം. അതായത് പേപ്പർ ദോശ. പേപ്പർ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിക്കാറില്ലേ, പേപ്പർ ദോശ ഓർഡർ ചെയ്യാറില്ലേ, പേപ്പർ റോസ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും നമ്മൾ തവ നന്നായിട്ട് അങ്ങ് തുടച്ചു കൊടുക്കുക, എണ്ണമയം കംപ്ലീറ്റ് മാറ്റുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. പേപ്പർ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി തിക്കായിട്ട് പരത്തുക. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം എണ്ണയൊക്കെ തടവി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള എണ്ണ തടവി കൊടുക്കുക. എണ്ണ തടവി കൊടുക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ അപ്പം തന്നെ ഒഴിക്കാൻ പാടില്ല. ഹോൾസ് വന്നതിന് ശേഷം മാത്രമേ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെ ദോശയ്ക്ക്. നിങ്ങൾക്ക് ഇതുപോലെ പരത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ തവയുടെ ചൂട് കൂടുതലായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ താഴെ നോൺ സ്റ്റിക്ക് തവയുടെ താഴെ നിറച്ച് എണ്ണ ഉണ്ടാവും. നമ്മൾ ആദ്യം ചെയ്ത എണ്ണ നിങ്ങൾ തുടച്ചെടുക്കാൻ മറന്നിട്ടുണ്ടാവും. അതായിരിക്കാം, വേറൊരു വഴിയില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് തിന്നായിട്ടുള്ള നല്ല പേപ്പർ റോസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതിൽ എക്സസ് ആയിട്ടുള്ള മാവ് നമുക്ക് വടിച്ചെടുക്കണം. അതായത് ഒന്ന് ആയതിനു ശേഷം ഗോൾഡൻ കളർ താഴെ വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രം ഇങ്ങനെ വടിച്ചെടുക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ദോശ കംപ്ലീറ്റ് നമ്മുടെ ഇതേപോലത്തെ സ്പാറ്റുലയിൽ വരും. അതുകൊണ്ട് അത് ആയതിനു ശേഷം എക്സസ് ആയിട്ടുള്ള കട്ടിയുള്ള മാവ് നമുക്ക് ഇതിൽ നിന്ന് വടിച്ചെടുക്കണം. ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് പേപ്പർ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. എക്സസ് ആയിട്ടുള്ള മാവ് വടിച്ചെടുക്കുമ്പോൾ ശരിക്കും ഒരു പേപ്പർ പോലത്തെ ഒരു ഫീലിംഗ് വരും നമ്മുടെ ദോശയ്ക്ക്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതേപോലെ പേപ്പർ ദോശ. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ചേട്ടാ ഒരു പേപ്പർ മസാല ദോശ അല്ലെങ്കിൽ പേപ്പർ ദോശ എന്ന് പറയാനൊക്കെ അറിയില്ലേ, പേപ്പർ റോസ്റ്റ്. അപ്പോൾ അതിങ്ങനെയാണ് അവർ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അവർ വലുതായിട്ട് അങ്ങ് പരത്തും, ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ പോലും ഉള്ള ലിമിറ്റേഷൻസിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ടുള്ള പേപ്പർ ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓൾറെഡി നമ്മുടെ ദോശ നല്ല ക്രിസ്പിയാണ്. എന്നാൽ പോലും ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എക്സസ് ആയിട്ടുള്ള മാവ് നമുക്ക് ഇതേപോലെ വടിച്ചെടുത്തിട്ട് ഓക്കെ. ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്ന സമയത്ത് മാത്രം എക്സസ് ആയിട്ടുള്ള മാവ് നിങ്ങൾ വടിച്ചെടുക്കാൻ പാടില്ല. അതല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിലെ ദോശ നമ്മുടെ ചട്ടകത്തിൽ പോരും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പേപ്പർ ദോശയും റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ വയ്ക്കാം. എന്താ ഇങ്ങനെയാണ് വീട്ടിലും പേപ്പർ ദോശ ചെയ്യുക. അപ്പോൾ അടിപൊളി ക്രിസ്പി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്രിസ്പിയാണ്. വേറെ ഒന്നും വേണ്ട. ഇത് വെറുതെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചട്നിയുടെ കൂടെ സാമ്പാറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കോൺ ദോശ, കോണിൻ്റെ ഷേപ്പിൽ ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് മുറിക്കുന്ന രീതിയാണത്. ഓക്കെ. കുട്ടികൾക്ക് പല ഷേപ്പിൽ നമ്മൾ ദോശ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആവും. കുട്ടികൾക്ക് ദോശ സാധാരണ രീതിയിലൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ചില പിള്ളേർ വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ഇഡലിനേക്കാളും കൂടുതൽ ഇഷ്ടം ദോശയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ പേപ്പർ റോസ്റ്റും മസാല ദോശയും മൈസൂർ മസാല ദോശയും അതുപോലെ തന്നെ കോൺ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഹാപ്പി ആയിക്കോളും. അപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർഷനിൽ നടുവിലത്തെ ഭാഗം വരെ അങ്ങ് മുറിക്കുക ഒരു കത്രി എടുത്തതിന് ശേഷം. ഓക്കെ. സൂക്ഷിക്കുക, കൈയൊന്നും പൊള്ളണ്ട. എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ തീ കുറച്ചിരിക്കുകയാണ് കേട്ടോ. പതുക്കെ കോണാക്കി എടുക്കുക. അത് ഇവിടെ ഇങ്ങനെ മടക്കി വെക്കുക. ഇങ്ങനെ കോണാക്കി എടുക്കില്ലേ നമുക്ക്, അതേപോലെ ഇങ്ങനെ കോണാക്കി എടുക്കുക.
ഇതാണ്, ഇങ്ങനെയാണ് ഹോട്ടലിലാകുമ്പോൾ പിന്നെ വലിയതായിട്ടാണ് അവർ കൊണ്ടുവരിക. അവരുടെ അടുക്കളയിലുള്ള കോൺ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ കോണാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെയാണ് കോൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ കോൺ ദോശയും റെഡി ആയിട്ടുണ്ട്. കയ്യിൽ ചൂടായതുകൊണ്ട് മക്കളെ ഞാൻ എടുത്ത് പെട്ടെന്ന് തന്നെ പാത്രത്തിലോട്ട് വെക്കട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ദോശകൾ. ഇപ്പം ഞാനിവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കോൺ ദോശ, ഇപ്പോൾ പേപ്പർ ദോശ, നോർമൽ ദോശ, അതുപോലെ തന്നെ താഴെ സോഫ്റ്റ് ദോശ, ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ മക്കളെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമാണ്. ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇത് സോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉഴുന്ന് സോക്കേണ്ട ആവശ്യമില്ല, അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഫെർമെന്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള നമ്മളെ മറ്റേ ദോശയുടെ പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ദോശ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ സംഭവം വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള റേഷ്യോ ഇഡ്ഡലിക്കും ഞാൻ കൊണ്ടുവരാം. പക്ഷെ കുറച്ച് സമയം എടുക്കും. എനിക്ക് പരീക്ഷിച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആവണം. അതിനൊരു സമയം വേണം എനിക്ക്. പക്ഷെ അതുവരെ നിങ്ങൾ തൽക്കാലം ഈ ദോശ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു ദോശ ഒന്ന് കഴിക്കട്ടെ നമ്മുടെ പൊട്ടറ്റോ സ്റ്റൂവിൻ്റെ കൂടെ. അത് അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ പൊട്ടറ്റോ സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഈ പൊട്ടറ്റോ സ്റ്റൂവിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത് പാലക്കാട് എൻ്റെ കൂട്ടുകാരി പൂനത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ്. അവിടെ ആൻറ്റി ഇങ്ങനെ ദോശ ചുട്ട് ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നത് പൊട്ടറ്റോ സ്റ്റൂണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതെന്തത് പൊട്ടറ്റോ സ്റ്റൂ കൂടി ദോശ ഇങ്ങനെ കഴിക്കുക എന്നൊക്കെ മനസ്സിലോർത്ത് ഒരു വായ കഴിച്ച് ദൈവമേ എന്തായിരുന്നു ടേസ്റ്റ് എന്നറിയോ ആൻറ്റി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ ആ സ്റ്റൂവിൻ്റെ ദോശയുടെ ടേസ്റ്റ്. അപ്പോൾ ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പം ഞാനത് കഴിച്ചു നോക്കട്ടെ. അയ്യോ മക്കളെ, സാമ്പാറിനേക്കാൾ അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ബാക്കിയുള്ള മാവ് എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക. ആവശ്യമുള്ള സമയത്ത് ദോശ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനോ വളരെ സുഖം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീക്കെൻഡിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ലുലുവിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഉഴുന്നുപൊടി വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഉഴുന്നുപൊടി വീട്ടിലുണ്ടാക്കാം. ഞാൻ പറഞ്ഞ പോലെ നന്നായി തുടച്ചെടുത്താലും മതി. എന്നിട്ട് നന്നായി പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അരിക്കൊന്നും വേണ്ട, നൈസായിട്ടുള്ള പൊടി നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. പൊടിക്കുന്ന സമയത്ത് ഒരു സ്മെൽ ഡിഫറൻസ് ഉണ്ടാവും. അത് നാച്ചുറലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുത്തോളൂ. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഉഴുന്നിന്റെ പൊടി. അതുകൊണ്ട് അതാണ് കുറച്ചും കൂടി എളുപ്പമായിരിക്കുക. ഞാൻ പറഞ്ഞ ലുലുവിലുണ്ട്, വേറെ ഏതെങ്കിലും കടയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മിക്ക കടകളിലും ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി, അത് മാത്രമല്ല വീഡിയോ ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. 3 into 3 9 4 into 4 16 5 into 5 35 5 into 5 25 എനിക്ക് 35 എന്ന് കേട്ടത്. 6 into 6 36 7 into 7 49 8 into 8 what is it 64 right 64 9 into 9 81 10 into 10 100